ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരെയാണ്. ഇന്നത്തെ ദിവസത്തെ ദൈവം തന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ കണ്ടു യൗസേപ്പ് ദൈവത്തിന് വില കൊടുത്തതായിട്ട്. ഇന്ന് ശ്രദ്ധ തിരിക്കുക സക്കറിയാസിലേക്കും എലിസബത്തിലേക്കുമാണ്. അവരെക്കുറിച്ച് വചനം ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 6-ാം തിരുവചനം. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠർ, എപ്പോഴും നീതി പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ കൽപ്പനകളും ദൈവം നൽകുന്നതൊക്കെ കുറ്റമറ്റവർ, അവരിൽ കുറ്റം ആരോപിക്കാനായിട്ട് സാധിക്കില്ല, അതുപോലെ അനുസരിച്ചിരുന്നവരാണെന്ന്. ഈ രണ്ട് വ്യക്തികൾ മുമ്പിൽ നിർത്തിക്കൊണ്ട് പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലേക്കൊന്ന് നോക്കണം. ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. എൻ്റെ ജീവിതം എത്രത്തോളം നീതിയിൽ അധിഷ്ഠിതമാണ്. ഈ പ്രമാണങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ, ദൈവം നൽകുന്ന നിർദ്ദേശങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ കുറ്റമറ്റ വിധം വ്യാപരിക്കാൻ എത്രത്തോളം സാധിക്കുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. എന്നിട്ട് ഈശോയോട് ചോദിച്ചാൽ ഈശോയെ നമ്മളെ ശക്തിപ്പെടുത്തുക. നമുക്ക് വേണ്ടതെല്ലാം ഈശോ തരും. കാരണം നമ്മൾ അവനോട് ചേർന്നിരുന്നാൽ മതി. ചേർന്നിരിക്കുന്നവൻ്റെ മേൽ കൃപയ്ക്ക് മേൽ കൃപ വർഷിക്കുന്നവനാ, വേണ്ടതെല്ലാം തരും. ആ ഒരു വിശ്വാസത്തോടു കൂടി ഇന്ന് ജീവിതത്തെ നന്നായിട്ടൊന്ന് വിലയിരുത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ നിമിഷം പ്രത്യേകമായിട്ട് ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. എലിസബത്തിനെ പോലെ, സക്രിയ പോലെ നിന്റെ പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം അനുസരിക്കുവാനായിട്ട്, നീതിയിൽ ജീവിതത്തെ പടുത്തുയർത്തുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തി സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും സ്വർഗ കവാടങ്ങൾ തുറന്നുകൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.